നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, മോസ്കിൽ പോകുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, വഴിപാട് ചെയ്യുന്നുണ്ട്, കാണിക്ക ഇടുന്നുണ്ട്, തേങ്ങ ഉടയ്ക്കുന്നുണ്ട്, അതുപോലെ പലതരത്തിലുള്ള വ്രതങ്ങൾ നോക്കുന്നുണ്ട്, ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ പല മതവിശ്വാസികളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം ഇവിടെ ഒരു പ്രസക്തമാണ്. ആരാണ് ഭക്തൻ? എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം എന്തായിരിക്കും? എവിടെ നിന്ന് ഇതിനുള്ള ഉത്തരം ലഭിക്കും? നമുക്ക് ഒരു ആധികാരികമായ ഒരു ഉത്തരം എന്ന രീതിയിൽ നമുക്ക് ഭഗവത്ഗീതയെ ആശ്രയിക്കാം. ഭഗവത്ഗീത എന്താണ് പറയുന്നത് നോക്കാം. ഇതേ ഒരു ചോദ്യം പണ്ട് കൃഷ്ണനോട് അർജുനൻ ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണ, ആരാണ് ഭക്തൻ എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ മറുപടി, അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിരോ മദ്ഭക്ത സമയപ്രിയ. ഇതിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇതിൽ അമ്പലത്തിൽ പോകുന്നവനോ, പള്ളിയിൽ പോകുന്നവനോ, മോസ്കിൽ പോകുന്നവനോ, വഴിപാട് ചെയ്യുന്നവനോ, കാണിക്കയിടുന്നവനോ, തീർത്ഥാടനത്തിന് പോകുന്നവനോ, വ്രതമെടുക്കുന്നവനോ, ഏകാദശി നോക്കുന്നവനോ ഒന്നും ഇതിൽ പറയുന്നില്ല. ഇതിൽ പറയുന്നത് ആദ്യത്തെ വാക്ക് അദ്വേഷ്ട സർവഭൂതാനം എന്നാണ്. അതായത് ആരെയും ദ്വേഷിക്കാത്തവൻ, ആരെയും വെറുക്കാത്തവൻ, അതുപോലെ തന്നെ എല്ലാവരോടും മൈത്രിയുള്ളവൻ, അതുപോലെ തന്നെ ഒന്നിലും ആസക്തി ഇല്ലാത്തവൻ, വിഷയാസക്തി ഇല്ലാത്തവൻ, സന്തോഷവും സുഖവും ഒരുപോലെ കാണുന്നവൻ, ദുഃഖത്തിലും സന്തോഷത്തിലും ഒരു സമബുദ്ധി ഉള്ളവൻ, അതുപോലെ തന്നെ മനസ്സും ബുദ്ധിയും പരമാത്മാവായ എന്നിൽ അർപ്പിച്ചവൻ. അവൻ ആരാണോ അവനാണ് എനിക്ക് ഭക്തൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്യുന്നത് വെറുതെ ആണ് എന്നല്ല. ഇത് ചെയ്യണ്ട എന്ന അർത്ഥവുമില്ല. ഇതെല്ലാം ചെയ്യണം. പക്ഷെ നമ്മൾ ആത്മീയമായി ഉയരുന്നുവെങ്കിൽ, നമുക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകുന്നുവെങ്കിൽ, മറ്റുള്ളവരോട് സ്നേഹത്തോടും ദയയോടും കാരുണ്യത്തോടും സഹാനുഭൂതിയോടും ഒക്കെ ആ ഗുണങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ടും മറ്റ് മോസ്കിൽ പോകുന്നതുകൊണ്ടും പള്ളിയിൽ പോകുന്നതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആണ്, വെറുതെ സമയം കളയലാണ്, വെറുതെ കാട്ടിക്കൂട്ടലാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു. താങ്ക് യു വെരി മച്ച്.